ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ബിന്ദുരാജ്. തിരൂരങ്ങാടി മൂന്നിയൂർ ഗവൺമെന്റ് UP സ്കൂളിന്റെ 98 വാർഷികവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന P. അബ്ദുൾ അസീസ് മാസ്റ്റർ, M. ചിന്നമ്മു ടീച്ചർ എന്നിവർക്കുള്ള യാത്രയയപ്പും മൂന്നിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NM സുഹറാബി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ സറീന ഹസീബ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു. വാർഡ് മെമ്പർ ചാന്ദ് അബ്ദുസമദ് അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹനീഫ അച്ചാട്ടിൽ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PP മുനീർ മാസ്റ്റർ, വാർഡ് മെമ്പർ സഹീറ, അച്യുതൻ നായർ, CMK മൊയ്തീൻ കുട്ടി, ഹനീഫ മൂന്നിയൂർ, ചെമ്പൻ മുഹമ്മദ് ബാവ, KP മുഹമ്മദ് റഫീഖ്, സലാം മൂന്നിയൂർ, ഡോക്ടർ VP ഷബീർ, K. അബ്ദുൾ സലീം, ഡോക്ടർ മുഹമ്മദ് അലി ഫിറോസ് കൈതകത്ത്, NM രതീന്ദ്രൻ, KV നൌഷാദ്, P. കുഞ്ഞോൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. PTA കമ്മിറ്റി, സ്കൂൾ സ്റ്റാഫ്, വിവിധ ക്ലബ്ബുകൾ, പൂർവ്വ വിദ്യാർത്ഥികളുടെ വിവിധ ബാച്ചുകൾ എന്നിവർക്ക് വേണ്ടി ഉപഹാരവും 97-98 ബാച്ചിന്റെ വക പൊന്നാട അണിയിക്കലും നടന്നു. ചടങ്ങിൽ VP അഹമ്മദ് കുട്ടി, E. അബൂബക്കർ, P. ഷൗക്കത്ത്, CP ഹംസ, C. അബ്ദുൾ അസീസ്, M. റസാഖ്, CP ഹംസ, P. ഹസൻകുട്ടി, KV ഹബീബ്, ഡോക്ടർ K. റമീസ്, CK രാജീവ്, ഹനീഫ കളിയാട്ടുമുക്ക്, വിവിധ ക്ലബ്ബ് പ്രതിനിധികൾ, PTA, MPTA, SMC ഭാരവാഹികളും പങ്കെടുത്തു. PTA പ്രസിഡന്റ് സനീബ് മാളിയേക്കൽ സ്വാഗതവും ഷബീബ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ഏതായാലും രാത്രിയുടെ നല്ലൊരു ഉത്സവ പ്രതീതിയായിരിക്കും. ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഇന്നലെയും കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചതാണ്. ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന ക്രമം നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ മൂന്നിയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രഗഭയായ പ്രസിഡന്റ് NM സുഹറാബി അവരുടെ ആദരപൂർവ്വം. ജീവിതം നമ്മുടെ ഈ സ്കൂളിൽ 25-27 വർഷത്തോളം നമ്മുടെ സ്കൂളിൽ പ്രവർത്തിച്ച് നല്ല പ്രവർത്തനം കാഴ്ചവെച്ച് അവരിന്ന് സ്കൂളിൽ നിന്ന് പടിയിറങ്ങാൻ പോകുന്നൊരു വേളയിലാണ്. അസീസ് മാസ്റ്ററാണ്. അസീസ് മാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് യാത്രയപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ്. വളരെ മുമ്പ് ഇവിടെ അധ്യാപകനായിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ വളരെ കുറഞ്ഞ വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിക്കും. നമ്മൾ മറ്റുള്ള വിദ്യാഭ്യാസ മേഖലകളിലേക്ക് അവിടെ നിന്ന് ജയിച്ചു കഴിഞ്ഞാൽ പോകുമെങ്കിലും 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ആ ഒരു കാലയളവ് 25 വാർഷികത്തിൽ അന്ന് നാടകം അഭിനയിച്ചു കൊടുക്കുന്നവരാണ് ഞാനെന്ന് അദ്ദേഹം പറയണ്ടായി. തീർച്ചയായിട്ടും ഈ സ്കൂളിൽ കാണാനുള്ള ധാരാളം അവസരങ്ങൾ ഇനിയുമുണ്ട്. ഞാൻ ജനിച്ചു വളർന്നത് കളിയാട്ടമുക്കിലാണ്, ഇപ്പോൾ താമസിക്കുന്നത് ചേളാരിയിലാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും എന്നും കാണാനുള്ള ധാരാളം അവസരങ്ങളുണ്ട്. അപ്പം എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ക്രമരഹിത വാക്കുകളിലൂടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നേരത്തെ പറഞ്ഞു ഡോക്ടർ മുഹമ്മദ് അലി സാർ റിട്ടയർ ചെയ്യുകയല്ല, റീടയർ ചെയ്യുകയാണ്. വീണ്ടും ചക്രങ്ങൾ മാറ്റി ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഓടൽ തുടരുകയാണ് എന്ന്. അത് കേട്ടപ്പോൾ മനസ്സിൻ്റെ കോണിൽ എവിടെയോ ഒരു ലഡു പൊട്ടി. ഏതായാലും വളരെ ചുരുക്കി ഞാൻ പറയട്ടെ, ഒരു ചരിത്ര സംഭവം നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. കലിംഗ യുദ്ധം ജയിച്ചടക്കിയ അശോക ചക്രവർത്തി തൻ്റെ വിജയത്തെ വിലയിരുത്തുന്നതിന് വേണ്ടി യുദ്ധക്കളം സന്ദർശിക്കുന്ന രംഗം അദ്ദേഹം അവിടെ കണ്ട ദയനീയമായ കാഴ്ചകൾ കണ്ട് ഞെട്ടി. മുറിവേറ്റി പിടയുന്ന ആളുകൾ, തലയറ്റുപോയ ധീര ജവാന്മാർ, അമ്മയും അച്ഛനും നഷ്ടപ്പെട്ടതോർത്ത് വിലപിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ. ആ രംഗം കണ്ട് മഹാനായ അശോക ചക്രവർത്തിയുടെ മനസ്സു മാറി. അദ്ദേഹം ബുദ്ധമതം സ്വീകരിച്ചു. പിന്നീട് യുദ്ധത്തിനൊന്നും പോയില്ല. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത് എൻ്റെ പ്രിയപ്പെട്ട ബാലൻ മാസ്റ്റർ 4ാം ക്ലാസ്സിൽ വെച്ച് ഞങ്ങൾക്ക് സാമൂഹ്യ പാഠങ്ങൾ പറഞ്ഞു തന്നപ്പോൾ അവതരിപ്പിച്ച ഒരു കൊച്ചു രംഗമാണ്. എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ
ഓർമ്മകളിലേക്ക് ഒരു അധ്യാപകനാകണം എന്ന ഒരു ചിന്തയിട്ട് തന്നത് പ്രിയപ്പെട്ട ബാലൻ മാസ്റ്ററാണ്. ബാലൻ മാസ്റ്ററെ സ്മരിക്കാതെ എനിക്ക് ഒരു മറുപടി പ്രസംഗം ഇവിടെ പറയാൻ കഴിയില്ല. അദ്ദേഹത്തിന് ഇന്നത്തെ പോലെ തന്നെ ക്ലാസ് ടീച്ചർ സിസ്റ്റം ആയിരുന്നത് കൊണ്ട് ഗണിതവും അദ്ദേഹം തന്നെയായിരുന്നു പഠിപ്പിച്ചിരുന്നത്. ഗണിതത്തിലെ ക്ലാസ്സിലെ ഏറ്റവും മിടുക്കനായ ഞാൻ തന്നെ ആദ്യം കണക്ക് ചെയ്ത് കാണിക്കും. അന്ന് ഹീറോ പെന്നിൽ റെഡ് ഇങ്ക് ചുവന്ന മഷി നിറച്ചുകൊണ്ട് അദ്ദേഹം ഇട്ടുതരുന്ന ഒരു ചൂണ്ടക്കൊക്ക പോലെയുള്ള ശരിയുണ്ട്. ആ ശരികൾ വീണ്ടും എൻ്റെ മനസ്സിലേക്ക് എനിക്കും ഒരു അധ്യാപകനായേ പറ്റൂ, എന്നിട്ട് കുട്ടികൾക്ക് ഇതുപോലെ ശരിയിട്ട് കൊടുക്കണമെന്ന ഒരു വല്ലാത്ത ചിന്ത ഇട്ടു തന്നു. ബാലൻ മാസ്റ്റർക്ക് ദൈവം അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ. അദ്ദേഹം ഇന്ന് ഈ ലോകത്തില്ല. പിന്നീട് കാലങ്ങൾ കഴിഞ്ഞുപോയി. മൂന്നിയൂർ ഹൈസ്കൂളിലൊക്കെ പഠനം നടത്തി SLC കഴിഞ്ഞു. PSMO കോളേജിൽ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഗ്രൂപ്പിന് തന്നെ ചേർന്നു. മോർണിംഗ് ബാച്ചിൽ തന്നെ കിട്ടി. പ്രീ ഡിഗ്രി പരീക്ഷ കഴിഞ്ഞു. പരീക്ഷ കഴിഞ്ഞപ്പോഴാണ് അന്ന് ഒരു സമരം തുടങ്ങിയത്. പ്രീ ഡിഗ്രി ബോർഡ് എന്ന ഒരു പ്രത്യേക സംവിധാനത്തിനെതിരെ അധ്യാപകർ സമരം ചെയ്തു. സമരം മാസങ്ങളോളം നീണ്ടു നിന്നു. അന്നത്തെ പ്രീ ഡിഗ്രി റിസൾട്ട് വരാൻ ഒക്ടോബർ മാസം വരെ എടുക്കും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു കമ്പ്യൂട്ടർ മാർക്ക് ലിസ്റ്റ് കിട്ടിയ ഒരു കൂട്ടക്കാരിൽപ്പെട്ടവരാണ് എൻ്റെ പ്രീ ഡിഗ്രി ബാച്ചുകാർ. ആ ഇടക്ക് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മാതാവിനോട് പറഞ്ഞു, നമ്മുടെ തൊട്ടടുത്തുള്ള ഒറീസയിൽ ജോലി ചെയ്യുന്ന ഹംസക്കയുടെ കൂടെ ഞാനും ജോലിക്ക് പോയിക്കൊള്ളാം. കോളേജൊക്കെ തുറക്കുമ്പോൾ അല്ലെങ്കിൽ റിസൾട്ടൊക്കെ വന്നിട്ട് ഇനി ഡിഗ്രിക്കൊക്കെ വന്ന് ചേരാം, അല്ലെങ്കിൽ അങ്ങനെ ജോലി ചെയ്ത് ജീവിക്കാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് ഈ ലോകത്തില്ലാത്ത ഈ ഭൂമിയിലെ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും എനിക്ക് പ്രിയം നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട മാതാവ് എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, എടാ ഊര് വിട്ടാൽ പട്ടിയാണ്, നീ എങ്ങോട്ടും പോകണ്ട. വളരെ കഷ്ടപ്പെട്ടാണെങ്കിലും പട്ടിണി കിടക്കാത്ത ഞങ്ങളുടെ കുടുംബത്തിൽ മാതാവ് എൻ്റെ ഉമ്മിച്ച്, ഞങ്ങൾ ഉമ്മിച്ച് എന്നാ വിളിക്കും, എനിക്ക് തന്ന ആ പിന്തുണയുണ്ടല്ലോ, ആ പിന്തുണയാണ് പിന്നീട് എന്നെ മുന്നോട്ട് നയിച്ചത്. കാലങ്ങൾ കഴിഞ്ഞുപോയി. 2 വർഷം PSMO കോളേജിൽ തന്നെ ഡിഗ്രിക്ക് ചേർന്നു. ഡിഗ്രിയിൽ ക്ലാസ് കഴിഞ്ഞ് ബസ് കാത്തു നിൽക്കുമ്പോൾ 1-ാം വർഷ ഡിഗ്രി കഴിഞ്ഞ് ക്ലാസ്സിൽ നിന്ന് ഒരു ദിവസം പുറത്തിറങ്ങി ബസ് കാത്തു നിൽക്കുമ്പോൾ സീനിയേഴ്സായ ചില ആളുകൾ ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടു. എടാ, പേര് പറഞ്ഞിട്ടാണ് പറയുന്നത്, അവർ BEdനാണ് കേട്ടോ ചേർന്നത്, ഹൈസ്കൂളിലും UP സ്കൂളിലൊക്കെ അധ്യാപകനാകാൻ പറ്റുന്ന കോഴ്സാണ് BEd. അപ്പോൾ വേറൊരാൾ ഇടപെട്ടിട്ട് പറഞ്ഞു, നീ അത് കണ്ടോ, സീതി സാഹിബ് മെമ്മോറിയൽ ഓർഫനേജ് ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇവിടെ TTC എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്, SSLC പാസ്സായവർക്കും ഇവിടെ ചേരാം, അധ്യാപകനാകാം UP സ്കൂളിലെ. ആ സംഭവമാണ് യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്. ഒരു സംഭാഷണം ഞാൻ ശ്രവിച്ചതിൻ്റെ കേട്ടതിൻ്റെ ഒരു ഒരു പിന്നീടുണ്ടായ സംഭവം. ഞാൻ അതുമായി ബന്ധപ്പെട്ട് എന്താണെന്ന് അന്വേഷിച്ചു. അതുവരെ എൻ്റെ മനസ്സിലൊന്നുമില്ല, അധ്യാപകനാണെന്നുള്ള ചിന്ത ഉണ്ടെങ്കിലും എങ്ങനെ പോകണമെന്ന ഒരു വഴികാട്ടി ആയി ഒരാൾ എനിക്ക് പറയാൻ സാധ്യമല്ല. വിദ്യാഭ്യാസത്തെ ഏറെ പ്രോത്സാഹിപ്പിച്ചു തന്ന എൻ്റെ മാതാപിതാക്കൾ എനിക്ക് പിന്തുണയുമായി വന്നു. പ്രിയപ്പെട്ട ഹൈദർ K മൂന്നിയൂരും നമ്മുടെ നാട്ടിൽ നിന്ന് മുമ്പ് മത്സരിക്കുകയും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും ചെയ്ത CP അലവിക്കുട്ടിയാക്കയും റെക്കമെൻഡ് ചെയ്ത് എനിക്ക് TTCക്ക് സീറ്റ് വാങ്ങിത്തന്നു. PSMO കോളേജിൽ നിന്ന് BSc മാത്സിൻ്റെ 2-ാം വർഷം പൂർത്തീകരിച്ച് ഞാൻ TTCക്ക് ചേർന്നു. TTCയിൽ ചേർന്ന് അവിടെ നിന്ന് പാസ്സായി. ഉടനെ ഉള്ളണം AMUP സ്കൂളിൽ 1990 ഒക്ടോബർ 1-ാം തീയതി അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചു. അവിടെ 7 വർഷം ജോലി ചെയ്തു. ആ 7 വർഷത്തെ ജോലി ഇടക്ക് എനിക്ക് അവിടുത്തെ ശശികുമാർ മാസ്റ്റർ എന്ന ഹെഡ് മാസ്റ്ററെ ഓർക്കാതെ വയ്യ. ഇന്ന് ഞാൻ ഒരു 3 വർഷത്തിലധികമായി ഹെഡ് മാസ്റ്റർ തസ്തികയിൽ ഇരുന്നു കൊണ്ട് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് ഇൻചാർജ് വഹിച്ചുകൊണ്ട് HM ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ
അതിനും മുമ്പ് ഇവിടുത്തെ സീനിയർ അധ്യാപകനായി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഒരു പ്രചോദനവും ഒരു പ്രോത്സാഹനവും തന്ന വഴികാട്ടിയായ ശശികുമാർ മാസ്റ്റർ, അവരെ എനിക്ക് ഓർക്കാതിരിക്കാൻ വയ്യ. അതിനിടയിൽ 90-ൽ തന്നെ വിവാഹം കഴിഞ്ഞു. ഇപ്പോൾ സ്വസ്ഥമായിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്നു. 97-ൽ എനിക്ക് കോഴിക്കോട് ജില്ലയിൽ PSC നിയമനം കിട്ടി. ഒരു കാര്യവുമില്ല, ഉള്ളണത്ത് നിന്ന് കോഴിക്കോട് ജില്ലയിലേക്ക് പോകേണ്ട ഒരു കാര്യവുമില്ല. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സ്കൂളിലെ ഉറുദു മാസ്റ്റർ T. അബ്ദുറഹ്മാൻ മാസ്റ്റർ എന്നോട് പറഞ്ഞു, അസീസ് മാഷേ, നിങ്ങൾ കമ്മിറ്റിക്ക് ഒരു കത്ത് കൊടുക്കൂ, നിങ്ങളുടെ ഭാര്യ TTC പാസ്സായ ആളല്ലേ, നിങ്ങൾ ഒന്ന് അങ്ങോട്ട് അവിടെ PSC സ്വീകരിച്ചു പോകൂ, ആ ഒഴിവിലേക്ക് ഭാര്യയെ ഇവർ നിയമിക്കട്ടെ, എന്തെങ്കിലുമൊക്കെ കൊടുത്ത് അങ്ങനെ ചെയ്താൽ നല്ലതല്ലേ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഞാൻ ഒരു പ്രതീക്ഷയുമില്ലാതെ ഒരു കത്ത് കൊടുത്തു. കത്ത് അവർ സ്വീകരിച്ചു. ദൈവത്തിൻ്റെ അനുഗ്രഹം വീണ്ടും എന്നെ തേടിയെത്തുകയാണ്. എൻ്റെ സഹധർമ്മിണിയെ ആ ഒഴിവിൽ അവർ നിയമിച്ചു. ഞാൻ കോഴിക്കോട് ജില്ലയിലെ GFLPS സ്കൂളിലേക്ക് ജോലിക്ക് പോയി അവിടെ ചേർന്നു. ഒക്ടോബർ 23, 1997 എന്ന ദിവസത്തിൽ ഉടനെ തന്നെ മലപ്പുറം ജില്ലയിലെ PSC വന്നു. ഞാൻ അവിടെ മുൻപന്തിയിലുണ്ടായിരുന്നു. നിയമന ഉത്തരവ് വന്നു. നിയമന ഉത്തരവ് വന്നപ്പോൾ ഉത്തരവ് വരുന്നതിന് മുമ്പ് അഡ്വൈസ് മെമ്മോ വന്നു. ഞാൻ ഈ ഇടവഴിയിലൂടെ ഇങ്ങനെ നടന്നു വന്ന് മലപ്പുറം DDO ഓഫീസിലേക്ക് പോവുകയാണ്. ഇവിടെ ഒഴിവുണ്ടോ, ഒഴിവുണ്ടെങ്കിൽ ചാല സ്കൂളിൽ ചേരാമെന്ന് എങ്ങനെയോ മനസ്സിനങ്ങനെ തോന്നി. ഇവിടെ വന്ന് അന്ന് ഇവിടെ C ഷേപ്പിലുള്ള ആ കെട്ടിടത്തിന് മുന്നിലേക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ടീച്ചർ ഇറങ്ങി വന്നു. ഒരു തലമുടിയൊക്കെ നരച്ച ഒരു കണ്ണട വച്ച ടീച്ചറെ ഞാൻ സ്മരിക്കുകയാണ്, രത്നമ്മ ടീച്ചർ. ടീച്ചറെ, ഇവിടെ ഒഴിവുണ്ടോ? ഉണ്ടല്ലോ. നിങ്ങൾ ഏതാ? ഞാൻ കുന്നത്തുപറമ്പുകാരനാണ്, DDO ഓഫീസിലേക്ക് പോവുകയാണ്, ഒഴിവുണ്ടെങ്കിൽ അവിടെ എഴുതി കൊടുത്താൽ ഇങ്ങോട്ട് കിട്ടുമെന്ന് ആരും എന്നോട് പറഞ്ഞു. വേഗം പോയി എഴുതി കൊടുക്കൂ. മലപ്പുറത്തേക്ക് പോയി. അതുകൊണ്ടായിരിക്കാം എനിക്ക് ഇവിടെ നിയമനം കിട്ടി. 1998 ജൂൺ 4-ാം തീയതി GFLPS ചാലിയത്തിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് വന്നു. അവിടെ മാസങ്ങളെ എനിക്ക് ജോലി ചെയ്യേണ്ടി വന്നുള്ളൂ. വീണ്ടും ദൈവം എന്നെ അനുഗ്രഹിച്ചു. ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് ദൈവം തന്നിട്ടുണ്ട്, പടച്ച തമ്പുരാൻ തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട അനുഗ്രഹങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭാര്യ ഉള്ളണത്ത് ജോലിയിൽ തുടർന്നു. അങ്ങനെ ഞങ്ങൾക്ക് വളരെ സുഖമായ ഒരു ജീവിതമാണ് ഉണ്ടായത്. GUPS മൂന്നിയൂർ എന്ന് പറയുമ്പോൾ അവിടെ ഈ 98 ജൂൺ 4-ാം തീയതി മുതൽ ഇവിടെ ജോലി തുടരുമ്പോൾ ഇവിടെ ഞങ്ങൾ GBUPS മൂന്നിയൂർ കുടുംബം എന്നാണ് ഇതിനെ പറയുന്നത്. കുടുംബം. ഇവിടെ നിന്നുണ്ടായ അനുഭവങ്ങൾ, വല്ലാത്ത അനുഭവങ്ങൾ. HM അസീസ് മാസ്റ്റർ, അതുപോലെ ചിന്നപ്പ ടീച്ചർ, എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷകൾ സ്കൂളിന്റെ പേരിലും സ്റ്റാഫിന്റെ പേരിലും PTA-ക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി ഹൃദയത്തിന്റെ ഭാഷയിൽ 1000 നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ന്യൂസ് ബ്യൂറോ, മൂന്നിയൂർ.